ഇതെന്തുകൊണ്ടിട്ട് ഉണ്ടാക്കണേ? പ്ലാസ്റ്റിക് ആണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ സൺസെറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും സൺറൈസും സൺസെറ്റും കാണുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പല പ്രശ്നങ്ങളും തീരുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളത് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെവിടെ സ്ഥലം? കിട്ടി കരിമീന. നിങ്ങൾ ഫ്രഷ് ആയിട്ട് കരിമീനെ പിടിച്ച്. ഞാനല്ല, നമ്മളത് ഉദ്ദേശം നമ്മൾ ഇവിടുത്തെ ബാക്കിയാണ്. എങ്ങനെയുണ്ട് ലിൻസി? മണമൊന്നുമില്ല. ആ ചേട്ടനെ കിട്ടിയിരുന്നില്ല. ഞാനൊക്കെ പിടിച്ചിട്ട് എനിക്ക് എന്താ കിട്ടിയത്? പാൽക്കവർ. എടാ, ഞാനൊക്കെ ചൂണ്ടിടാൻ പോട്ടെ. എന്നിട്ട് പഴയ തുണി പിന്നെ മറ്റേ കൊച്ചിനീഫ സാമ്പാറിന് ഷഡിട്ട് വയ്ക്കണത്. മലയാളി ഹൗസ് ഉടൻ വിൽപ്പനക്ക്. എവിടെ? കൊള്ളാലേ. ജെട്ടിയാളേ ഇപ്പൊ ഇതെന്ത് മാങ്ങ? ഓ ലിൻസി, നമ്മളിങ്ങനെ ഓടണ വീഡിയോ ഒക്കെ എടുക്കണം. ഇങ്ങനൊക്കെ നമ്മള് വീഡിയോ എടുക്കും. ചീഞ്ഞ സോക്സ് ഉണ്ട് കിട്ടല്ലേ? ഇത് ഏതാണ് സ്ഥലം? കടമക്കുടി എത്തിയോ? ആ ലിൻസി തേടി. ഇന്നത്തേക്കുള്ളതായി. പഴയ പോലത്തെ കൂടെ പുതിയ പോലത്തെ കൊറേ നാളിത് കേൾക്കാണ്ടായില്ല. അതെ, പിന്നെ ലിൻസി ചെരുപ്പിടാൻ തുടങ്ങിയപ്പോ കേൾക്കാൻ തുടങ്ങി. പട്ടക്ക 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 പട്ടക്ക. സൂര്യൻ തോട്ടിലോട്ട് പോകണത് നമ്മൾ കുറച്ചു നേരം കാണുന്നതാണ്. എന്തൊക്കെ എന്റർടൈൻമെന്റ്സ് ആണ്.
നോക്കട്ടെ എന്താണ് അത് ഇവിടെ സൗണ്ട് കേട്ടല്ലോ. മറ്റേ ഭരതനാട്യത്തിന് ഉറക്കുന്ന പോലെ കാലിൽ മൊത്തം ചെയ്തു. എടാ വീറും ചായയും കൂടി മിക്സാവും. എനിക്ക് വേണ്ടട്ടാ. ഏയ് നിനക്ക് ചായ വേണ്ടേ? അയ്യോ തണുത്ത ബീറിന് വേണ്ട. ആ ശ്രീഹരി നോക്കിയടാ. ലിൻസ് എന്ത് ചെയ്യുന്നറിയോ? 2 ഫോട്ടോ എടുക്കും. ആ കണ്ണിന് ഇഷ്ടപ്പെട്ട് ആ ഫോട്ടോ ഇന്ന് സ്റ്റാറ്റസും വരും. ഓ വിദ്യ അച്ചാറാന്ന് പറയാൻ നന്നായി. എടാ നോക്കടാ, ഇത് നോക്കടാ, നീ നോക്ക് ശ്രീരി. എന്താ അതാണോ കട? അത് നമ്മുടെ റിസോർട്ടാണ്. എവിടെ വരെ പോണോ? അവിടെ പോകണ്ട. എടി ഇതിന്റെ പരസ്യമൊക്കെയാണ് ഇപ്പൊ കൊറേ ദിവസമായിട്ട് കണ്ടോണ്ട്. ആരെ പരസ്യം? ആരുടെയോ പ്രോപ്പർട്ടി. ലിൻസി ഇവിടെ കൊണ്ടുവന്നിട്ടൊക്കെ അങ്ങോട്ട് ബ്ലോഗ് ചെയ്യാ വണ്ടി. ഇപ്പൊ കിട്ടിയത് നല്ലൊരു ഇപ്പൊ കിട്ടുന്നു. ആ കൊച്ചിക്കാരി വെച്ചത് ഡീൽ വിത്ത് കൊച്ചിക്കാരിൽ മാട്രിമോണിയും കൂടി തുടങ്ങും. ഞാനേ ഇപ്പൊ വരട്ടെ. അമ്മ പറഞ്ഞു ഏതെങ്കിലും നോക്കിക്കോളാൻ പറഞ്ഞു. കുഞ്ഞുങ്ങളാ പൊമ്മേറിയുമ്പോ കുഞ്ഞുങ്ങൾ എന്ന് പറയാൻ. പുതിയ ഇറങ്ങല്ലോ ഞാൻ കണ്ടില്ല വണ്ടി. പുതിയ 250. ആ ഓക്കെ. അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തതാണ്. പക്ഷെ ഞാൻ വണ്ടി ശ്രദ്ധിച്ചില്ല. ഞാൻ അവരെ മാത്രമേ ശ്രദ്ധിച്ചുള്ളായിരുന്നു. ആരാണെന്ന് അറിയാം. റാമ്പൊക്കെ അടിച്ചു തന്നെ വേണ്ട ആക്സസ്. She's from England. നീ ചോദിക്ക് where are you from? ആ ഇന്നലെ മറ്റേ വീഡിയോ ഉണ്ട്. മറ്റേ പാട്ടുകാരനല്ലേ വിധു പ്രതാപന, അവനൊരു ആളോട് സംസാരിക്കണത്. നിങ്ങക്ക് സമാധാനമായല്ല. എന്നിട്ട് ഇംഗ്ലീഷ് നിങ്ങൾ എല്ലാവരും കേൾപ്പിച്ചു സമാധാനമായി പോലെ ആ സാധനം കിട്ടി. നീ ചോദിച്ചു നോക്കി ലിൻസി. ഹലോ ഗൈസ്, വേർ ആർ യു ഫ്രം? അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല നമ്മളെ. എന്നാലും ട്രൈ അല്ലേ, ഒരു ട്രൈയിൽ എന്തിരിക്കുന്നു. നീ ഏതെങ്കിലും സഹിക്കാൻ കൊടുക്കും. അപ്പൊ തരോ ഇല്ലേന്ന് അറിയാലോ.
ആ എക്സ്പൾസ് 250. എക്സ്പൾസ് നീ ഹലോ ഗൈസ് പറഞ്ഞു. ആ ഹലോ കണ്ടാ അവർക്ക് നീ വിചാരിച്ച പോലെ കണ്ടാ 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 അതെന്തറിയോ നീ വീഡിയോ എടുത്തോണ്ട് മാത്രമാണ്. അയ്യോട്ടാ അതുകൊണ്ടാ ലിൻസ് പിന്നെ മിണ്ടാത്തോണ്ടല്ല. എല്ലാരും ഒരു ഫോട്ടോ നിന്നെ മൂക്കിൽ പട്ടി കടിച്ചത് മൂക്കിൽ ഇഞ്ചക്ഷൻ എടുക്കും. പൂച്ചയുടെ മൂക്കി കൊണ്ടെങ്കിൽ അവിടെ ഇഞ്ചക്ഷൻ എടുക്കും. വീട്ടിലുണ്ട് പൂച്ചനെ വേണം. പക്ഷേ എനിക്ക് ടീച്ചർ എടുത്തത് കയ്യിലാണല്ലോ. ചീറ്റിയല്ലേ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഫൈനലി ഇവിടെ എത്തി, ഡെസ്റ്റിനേഷനിലെത്തി. അടിക്കടാ, 6 അടിക്കടാ. ലിൻസ് കളിക്കാൻ വേണം. അങ്ങനെ വിളിച്ചാൽ കേൾക്കൂല. ലിൻസി കണ്ട തിരിഞ്ഞു നോക്കി, ലിൻസി കണ്ട നോക്കി കണ്ട. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ബോള് കറക്റ്റ് മൊത്തോണ്ട്. ഷൂട്ട പട്ടി. അതെ എങ്ങോട്ടാണ് ഇപ്പൊ കുടിച്ച സർബത്തും നിനക്ക് വേണോ മറ്റുള്ളവരുടെ ഇത് മൂവാണ്ടതാണ്. മാങ്ങ എവിടെ നോക്കി? എല്ലാ വീട്ടിലും ഓരോ മാറും അല്ലേ? അതാ മണം നല്ല മണം അല്ലേ? നോക്ക ശരിയല്ല കേട്ടോ. നോക്ക ശരിയല്ല. നീ പോടാക്കാതെ അവന്റെ വീട്ടിൽ കൊണ്ടുവന്നേ നമ്മളെ ശരിക്കുന്നുണ്ടല്ലോ പട്ടം കൊണ്ടുണ്ടായിരുന്നു. എന്തെല്ലാം പൊട്ടിപ്പോയത് നടക്കണല്ലേ? തെങ്ങിന്ന് ഇറക്കണ സാധനം കള്ള് അവിടെ ആളെ കാണാനില്ലല്ലോ. ഞാൻ കാണില്ലല്ലോ. ആ ദൈവമുണ്ടോ ദൈവമുണ്ടോ? അയാളുടെ അടുത്ത് പോയാൽ കാര്യം നടക്കും. ചേട്ടാ പോലെ കള്ള്. ചേട്ടാ
ഉള്ളി എന്താണ് 2 സ്റ്റെപ്പ് വെച്ചപ്പോ മേളിലെത്തിയ നീ കാലിട്ടിരിക്കണ ഇവിടെ ഇരുന്നോ? ഇല്ല അമ്മ പോയ വോട്ട് കിട്ടി. ഇവിടെ ആള് കീറലും ഇറങ്ങലും കഴിഞ്ഞ സാധനം വെച്ചിട്ടുണ്ട്. പീസ് വെച്ചിട്ട് കണ്ടില്ലേ ഇതെന്തുകൊണ്ടിട്ട് ഉണ്ടാക്കണേ? പ്ലാസ്റ്റിക് ആണ്. ഇതിലെവിടെ ഇവിടെ കിട്ടിയതേ ഇല്ല. അവിടെ കോട്ട ഇരിക്കണം. കോടല്ലല്ലോ. കൊറേ ആൾക്കാര് തോട്ടില് സൂര്യൻ ഇറങ്ങും, അമ്പിളി ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. എന്താണ് ഇത് ഇങ്ങനെ നിക്കണത് ഇറങ്ങാത്തത്? ചെകുത്താൻ തുരുത്താ. അതിന്റെ ഉള്ളിൽ എന്താ ഉള്ളെ? പിന്നെ മരവിച്ച് കുറച്ചിരിക്കണ കുറച്ച് അമ്മൂമ്മമാരൊക്കെ ഉണ്ട്. അമ്മാവന്മാരാ? അമ്മൂമ്മമാര് ആരെന്തേനാടാ? ഇതൊക്കെ താമസ സ്ഥലം അതിന് അഭിപ്രായം അവിടെ നിൽക്കുന്നത്. അപ്പൊ അത് വീടായിരുന്നു. പണ്ട് മറ്റേ ചേത്താമര വാഹിക്കുന്ന പരിപാടിയൊക്കെ അന്ന് എനിക്ക് എന്തായാലും ഞങ്ങൾ നിന്നപ്പോ മനുഷ്യവാസിനൊന്നും കണ്ടില്ല. ആഗ്രഹം കണ്ടപ്പോ കുറച്ച് പട്ടികളെ മാത്രം പേടിച്ച് കറച്ചാണ് അങ്ങനെ കയറി ഓടിയത്. അങ്ങനെ പോണവർക്ക് പങ്കായ കൊടിഞ്ഞോടി ചെരുപ്പ് കൊണ്ടുപോയി പങ്കായ ഒടിഞ്ഞു. ഞങ്ങളുടെ അത്രയും പേരുള്ള പങ്കായം വെറുതെ ചുമ്മാ ഒടിഞ്ഞു. എന്നിട്ടുണ്ടല്ലോ വെള്ളാണ്ട് മടലും കോലൊക്കെ വെച്ച് തുഴഞ്ഞിട്ടാണ് അത്രയിലെത്തി. പേടിച്ച് വിറച്ചാണ് അപ്പുറത്തെത്തി. ഇവിടെ കയാക്കിങ് ചെയ്യാൻ തുടങ്ങി അവിടെ തുടങ്ങിയ കൊറേ ഉണ്ടല്ലേ. അവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാണ്ടല്ല ഈ ചെറിയൊരു തോട്ടി കൂടി ഇറങ്ങിയില്ല ആ പോയിന്റിലേക്ക് പോവര്. ആ പോയിന്റിൽ ചെന്ന് ഞാൻ അട്ടിപ്പം വ്യൂ ആണ് അവിടെ. നമുക്കൊരു ദിവസം അറ്റൻഡ് ചെയ്യണമല്ലോ. സ്പീഡ് ബോട്ട് ഇതിപ്പോ അല്ല അന്ന് വിളിച്ചത്. സ്പീഡ് ബോട്ടിന്റെ സ്പീഡ് നീ അറിഞ്ഞി സുസുക്കിയുടെ എഞ്ചിൻ പറന്നാണോ കാണിച്ചോടത്തെ അവർക്ക് ഭയങ്കര സ്പീഡ് വേണോ? ലൈസൻസ് വേണോ? വേണ്ടല്ലേ? വേണമെങ്കിൽ വേണമെന്നാണ് ഞാൻ എടുക്കും. വേണം വേണം വേണം. ആണോ? എന്താ വേണ്ടത്? കൊറേ പണിയുണ്ട്. അല്ല പറഞ്ഞേ എന്താ സൂര്യടാ ട്രേഡ് സീക്രട്ട് പറഞ്ഞാടാ. ഞാനും കൂടെ ഓടിക്കട്ടാ. എന്തായാലും ലോറി ഓടിക്കാൻ പോണേ. അപ്പൊ ഇനി ബോട്ടും കൂടെ നോക്കാം. ഇത് ഇതിനകത്ത് പോയാ നിങ്ങളെ ഞാൻ വിളിച്ചു വെച്ച്. ഇത് ഞാൻ തന്നെ ഓടിക്കണം. ഇതല്ലേ സൂര്യൻ? സൂര്യ പക്ഷെ ഒരു മേന കേട്ടാ സൂര്യനായിട്ട് വന്ന ആൾക്കാർ കൊള്ളൂല. അത് ഈ കൂടെ ഉള്ള ആൾക്കാരും പെശകാണ്. നിങ്ങൾ ഉദ്ദേശിച്ചല്ല. നീ കാരണമാണ് വെള്ളത്തിൽ എടുക്കാരും തന്നെ. ഇല്ല അട്ടയില്ലടാ തണുത്ത പേര് അടിക്കാല്ലേ. ഇവര് ഇതിന്റെ വിചാരം മാത്രമേ ഉള്ള വണ്ടാരം. എന്ത് നമുക്ക് കാശ്മീര് പോയി വന്ന് പിറ്റേ ആഴ്ച അതും
വാക്കുവേലി അത് കോൾട്ട് എത്ര പേര് എന്താണ് അതിലൊന്നും ഇല്ല മേക്കപ്പ് ആണത്. ആ നീ തുറന്ന് നോക്ക്. അരവട്ടിന്റെ ഫോട്ടോ ഉണ്ടാവും ഇതിനകത്ത്. അതൊന്നും കാണിക്കില്ല. ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കല്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കല്ലേ വേണ്ടല്ലേ? അറിയത്തില്ലടാ. ഞാൻ കാണിച്ചില്ല. എന്തിനാടാ ഫോട്ടോയുടെ ഈ മോറ് കൂടി നോക്ക് ഗൈസ്. ലുക്കായി പണ്ടത്തെ പോലെയല്ല. അയ്യോ ഒന്നും എടുക്കല്ലേ. എടാ ഒന്നും എടുക്കല്ലോട്ടാ. ഇവിടെ നിന്ന് ഇവൻ കേട്ടി വെള്ളത്തിൽ പോയി അവര് പറയണത്. എനിക്ക് പൈസ 2000 രൂപ. ആര് ഫോൺ വെള്ളത്തിൽ പോയി. ഒരാൾ ഇറങ്ങിയേക്കണുണ്ടോ? ഫോൺ വെള്ളത്തിൽ ഇങ്ങനെ പാളി പോള് ഫോൺ നേരെ ഒരിക്കലും പോകൂല. അത് ഈ ചള്ളയിൽ വീണായിക്കഴിഞ്ഞ വിഷയം. അത് ഞങ്ങൾക്കിപ്പോ വേണ്ടാണ് ഫോട്ടോ എടുക്കാൻ. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ സൂര്യന്റെ വിഷ്വൽ ചെലപ്പോ കിട്ടുമായിരിക്കും അല്ലേ? അല്ല ഇനി ആ ഫോൺ കിട്ടിയിട്ട് എന്തിനാ വെള്ളത്തിൽ പോയത്? കിട്ടിയാ F29 Pro വയസ്സിൽ ഫ്രീസ് ആയാലും കുഴപ്പമില്ലല്ലോ. പൊന്തി കിടക്കണ ചെപ്പിലൊക്കെ ഇട്ടൊന്നും വേണം പോകാനാണ്. കിട്ടിയിട്ടാ പ്രതീക്ഷ പിന്നെ കിട്ടിയാ നീ ഇവിടെ നിന്നിട്ട് ഫോണിന്റെ പേര് വരെ കണ്ടുപിടിച്ചോ? ആരേലാണ് കിട്ടിയത്? ആടതെയാണോ അവര് കിട്ടിയടാ ഫോൺ പൊക്കിയെടുത്ത്. ഓ മറ്റേ സഖ്യെന്ന് പറഞ്ഞ മറ്റേ ധർമ്മജന്റെ സാധനമാണ്. എന്താ പറ്റിയത്? ക്ലോസറ്റ് പോയിട്ട് ഇല്ലടാ അവനെ ഇറങ്ങി പൊക്കിയെടുത്തില്ലേ? സമ്മതിക്കണോട്ടാ. എന്നാലും അവനെ ഇറങ്ങാൻ കൂട്ടാക്കിയില്ലേ? കൊടത്തിലും തപ്പണമെന്നാണ്. അവനവിടെ പ്രാണവേന ഫോൺ പോയല്ലേ. എന്തോരം കാഴ്ചകളല്ലേ പുറത്തോട്ട് ഇറങ്ങി അതിനെ കിട്ടണത്. അത് മലയാളിയാണ്. ആ ഇതൊരു ബിസിനസ് തന്നെ. ലാംഗ്വേജ് അറിയണോണ്ട് ഒരു കഴിവ്. കണ്ടുപരിച്ചോണ്ടങ്ങനെ വയ്ക്കും. മതാമേനെ വിളിക്കാം. ആണോ? ഹലോ ഗായ്സ്, ഹായ്, ബൈ ബൈ. ഡിസ്കഷനിലാണ് ഞാൻ പറഞ്ഞില്ലേ. ബൈ ബൈ. അവർക്ക് ഇതൊക്കെ വലുതായതുകൊണ്ട് അവർ ഇങ്ങാട് വരുന്നു. നമ്മൾക്ക് ഇതൊന്നും വലിയതായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. മനുഷ്യന്മാരെ കാണുന്നത് നിങ്ങൾ ഗൈസ് ഈ കണ്ണാട കണ്ടോ നിങ്ങൾ? ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് ഗുച്ചിയുടെ ഗ്ലാസ് ആണ്, പക്ഷെ ഇതിന് കാലുകളില്ല. എടാ ഇതില്ലേ ശരിക്കും നല്ല തകർപ്പൻ വെക്കായിരുന്നേ. എന്നിട്ട് ഇവൻ കൊണ്ടുപോയി
തിരിച്ച് ഡൽഹിയിലെത്തിയപ്പം മാങ്ങാത്തിൽ സ്പെക്കാണിച്ചെങ്കിൽ ഇത് കയ്യിലുണ്ടായിരുന്നെന്നും പറഞ്ഞു. ഇവളെന്ത് ചെയ്യണം? കണ്ടതേ ഇനി ഒറിജിനൽ ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നല്ലോ, അതും പോയല്ലേ. എല്ലാം കൊണ്ടൊക്കെ ഗുച്ചി ഗുച്ചി. ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു, ഈ ഒരു ഫ്ലാഗ് പോലത്തെ ഒരു സാധനം, അതും പോയി. അതൊക്കെ പോയിപ്പോ ഇത് മാത്രം. നമുക്ക് എന്താണ് ഈ കാല് പോയാലും നമുക്ക് ഈ സാധനം വെച്ചത് സ്പെക്കാണ്, അത് മതി. എടാ എന്താണ് ഇവരെല്ലാരും പോട്ട് മാത്രം ഇങ്ങനെ ചക്കായി നിക്കണത്. എനിക്ക് ദൂരണോന്നാ പറഞ്ഞത്. ഗൈസ്, നമ്മൾ ഇപ്പൊ കാണാൻ പോകുന്നത് സൂര്യൻ തോട്ടിലേക്ക് ഇറങ്ങുന്നതാണ് അല്ലേ? തോടല്ലല്ലോ ഇത്, കണ്ടോ? കണ്ടല്ലോ ഇങ്ങനെ വരാൻ പറ. രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ട് ഇനി. 2024 ഇറക്കിയ ബോട്ടാണ്. അതാ എത്ര സ്പീഡുള്ള ഇലക്ട്രിക് അല്ലേ? ആണോ? ഇതിനെ കുറച്ചും പഠിക്കാനുണ്ടല്ലോ ലെൻസി. അങ്ങനെ ഓടിക്കണേനാ ഒരു ദിവസം? ഒരു മാസം, ഒരു ദിവസം 25,000 അങ്ങനെ കിട്ടും. 25,000 എന്നാണ് പറഞ്ഞേ. ഞാൻ 5,000 എന്നാ കേട്ട പട്ടി. 25,000 സാലറി ഒരു ദിവസം. ലെൻസി നോക്കി പന്ത്രപ്പല് ക്യാമറ. എടാ നിനക്ക് എന്തോടാ? നിനക്ക് എന്തുവാടാ? നിനക്ക് എന്തുവാ? ഇവിടെ പാട്ടിയതായിരുന്നു കൊണ്ടാരും. ഈ ഷൊണ്ണപ്പയ്യൻ. എടാ നിനക്കേ ദൈവമേ, ആ ഫോൺ വെള്ളത്തിൽ പോണേ. കൈക്കിട്ടൊരു അടി കൊടുത്താലോ വെള്ളത്തിൽ പോകാനായിട്ട്. നമുക്ക് ഇവിടെ തപ്പാപ്പ 2000 രൂപയ്ക്ക് ലിൻസിനോട് ഫോൺ എടുത്ത് തന്നെ ഒറ്റ ഫോട്ടോ എടുക്കുള്ളൂ, അത് സ്റ്റാറ്റസും. എന്നിട്ട് കളിയാകുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കത് മതി. നീ അതെന്താന്ന് കൂടി നോക്കിയില്ല, വെറുതെ 2 ഫോട്ടോ എടുത്ത്. ഇതിൽ കൂടെ ഞാൻ കാണുന്നുണ്ട്. ഇതിൽ കൂടെ ഇതാണ്ട് ഇന്ന് സ്റ്റാറ്റസ് ഇടാൻ പോണ ലെൻസി. ഷോകോണെങ്കിൽ ഒറ്റടിയാണ്. ഫോട്ടോ അയ്യോ തള്ളച്ചനെ പോലെ ഞാൻ വണ്ണം കുറക്കണല്ലെങ്കിൽ ശരിയാവൂല. നിനക്ക് പിത്തമ്മന്ന് വീർത്തിരിക്കണേ. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മള് സൺസെറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും സൺറൈസും സൺസെറ്റും കാണുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പല പ്രശ്നങ്ങളും തീരുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളത് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ലോകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നത് അല്ലേ? വല്ലപ്പോഴൊക്കെ നമ്മൾ സൺസെറ്റും അതുപോലെ തന്നെ സൺറൈസൊക്കെ നമ്മൾ കാണാൻ ശ്രമിക്കുക. എടുത്ത് രാവിലെ പുട്ടും പയറായിരുന്നടാ. അതിനിപ്പോ എന്താ? അതും പുട്ടും പയറും തമ്മിൽ എന്താ ബന്ധം? പുട്ട് തള്ളാണ് അവൻ ഉദ്ദേശിച്ചത്. അതെ, എന്നാലും നീ എന്താ ആലോചിച്ച് നോക്ക്. നിനക്കറിയില്ല, നീ ബോട്ടിന്റെ അകത്തേക്ക് അവൻ എല്ലാ ദിവസവും സൺറൈസ് സൺസെറ്റും കാണുന്നോണ്ട് അവൻ അത്ര വിലയില്ല. വല്ലപ്പോഴും കാണണം. അത് ആണെങ്കിലും മതി, എപ്പോഴും കാണണമെന്ന് ഞാൻ പറയുള്ളൂ. അതാ പറഞ്ഞ പോട്ടാ, എല്ലാ ദിവസവും കാണണമെന്നാണ് ഇപ്പൊ. എടാ എല്ലാ ദിവസവും കാണണമെന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. എടാ എല്ലാ ദിവസവും എടാ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. നീ പോടുന്നു, നീ കേക്കണെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു. തല്ലി തീർക്കൂല ഗായ്സ്, ഇവിടെ ചവിട്ടി വെള്ളത്തിൽ തീർന്നു ഗായ്സ്. കോളിമ്പല്ല അല്ല, പഴയ വീട്ടിലാണെങ്കി അമ്മ ചവിട്ടി പുറത്താക്കി. സെയിം പിച്ചാണ്.
ഇതിന്റെ ബാസ് കൂടിയാണ്. ആര് എന്റെ വീട്ടിലാ. പിന്നെ എന്റെ അമ്മക്ക് തന്നെ നീ പിന്നെ നിനക്കേ വേറെ അത്യാവശ്യം ഉണ്ടോ? അതായിരിക്കും, അതാണ് കാര്യം. ബാ പോകാം. പോയിട്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് അതിൽ കൂടി കറങ്ങി വരാം. വേണ്ട, ഞങ്ങൾ വരണ്ട്. ഞങ്ങൾക്ക് വേഗം മണം അടിക്കാണ്ട് ഈ വണ്ടി ഒന്നും എടുക്കൂല നീ. ജെട്ടിയാ അല്ല നിങ്ങൾ നേരത്തെ പോവാന്നിടത്ത് പറഞ്ഞോണ്ട് കെട്ടിക്കാനാ കല്യാണം? പണ്ടൊക്കെ അങ്ങനെയാണോ? വഞ്ചിക്കാണോ എന്നാ? ശരിയാലേ വണ്ടിയൊന്നും ഇല്ലാത്ത സമയത്ത് ലെഗിൻസിന്റെ ടൈറ്റ് അടി ലെഗിൻസിന്റെ വലിച്ചൊരടി എങ്ങനെ ഉണ്ടാവും? ഞാൻ പൊള്ളയും കിടന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞത് കൊറേ നാളായി ദ്രോഹിച്ചിട്ട്. 28 വയസ്സായി ഇപ്പോഴും കുട്ടികൾ ഒരു കൊല്ലത്താ ഒരു 1.5 കൊല്ലം തല്ലി കിട്ടിട്ട് ഗൈസ് ഒരു കടി കൊടുക്കണം ഗൈസ്. അവിടെ ഇറങ്ങുമ്പോൾ കടിക്കാൻ പല്ലക്കം കടിയായില്ല. ഇതിവിടെ തന്നിരിക്കും ഫീലാണ്. തുഴയാൻ തയ്യാറായിക്കോ? ഞാൻ തുഴഞ്ഞു നോക്കാം. വെള്ളം കോരി കളയണ്ടല്ലോ. വളയട്ടെ വളയട്ടെ വഞ്ചി വളയട്ടെ. ആ വളക്ക് വളക്ക് വളക്ക്. ഡ്രൈവർ മാറി. ആ ഡ്രൈവർ സുഖുവായി. സുഖു ഡ്രൈവർ. ആ വളയുണ്ട് വളയുണ്ട് വഞ്ചി വളയുണ്ട്. എവിടെ ശ്രീകരി നീ പോയായിരുന്നല്ലേ? വെറുതെ അല്ലേ ഇവൻ ബോട്ട് ഓടിക്കണത്. വളയുണ്ട് വളയുണ്ട് വളയുണ്ട്. എനിക്ക് വെള്ളത്തിൽ പോയി ഞാൻ എടുക്കൂല കേട്ടാ. പേടിയായി പേടിയായി ഇനി പേടിയായി. ലിൻസി ഇന്നത്തെ എക്സ്പീരിയൻസ് പറഞ്ഞേ. ഇന്നത്തെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്, പക്ഷേ നൈസ് ആയിരുന്നു. സൂപ്പർ. നീ ശ്രമിക്കും. തുഴയാൻ അറിയത്തില്ല ആർക്ക്? ശ്രീഹരിക്ക്. ശ്രീഹരി പാട്ടൊക്കെ പാടി അങ്ങോട്ട് വഴി. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റേട്ടു. അതെന്താ ടൂ? അത് ബീജിയം. എന്താ കോളിംഗ് ബെല്ല് അടിച്ചാടാ? ഈ വണ്ടിക്ക് ഫോണുണ്ടാ?
എന്റെ ഫോണാണ്. ഇതെന്നെങ്ങാനും എത്തോ? വെള്ളം കോരിക്കളയുന്നു, ഒഴുകുന്നു. മടലൊക്കെ എടുത്താൽ മതി. തുഴയാൻ കൊടുക്കാൻ ഫ്രണ്ടിൽ ആ തന്നോ, ഞാൻ തുഴഞ്ഞോളാം. മടൽ പിടിച്ചു കൊടുക്കാൻ ഇവിടെ നിന്നിട്ട് തുഴഞ്ഞാ പോകും. എങ്ങനെ മരിച്ചിട്ട് കിട്ടൂലല്ലോ. ഏർക്കോന്ന് പറഞ്ഞാണ് എത്തുന്നത്. ഏരിയ ഇതേടാ ഓരോടത്ത് വെച്ചിട്ടുണ്ടല്ലോ ബോർഡുകള്. അപ്പൊ അതെന്താ സംഭവം? അവിടെ മറ്റേ ഫ്രണ്ടിൽ നിന്ന് ചെലുത്താൻ പിടിക്കലട്ടോ. ഇല്ല, മലമ്പാമ്പ് എന്താടാ? അമ്മരിക്കാനെ മുഴുവൻ പൂച്ചോറ്. ഞാനും 1,00,000 രൂപ. എന്താണ് ഡീല്? എന്താണ് ഡീൽ? എന്താണ്? ഞാൻ റെഡി, പൈസ ഇടാം. ഞാൻ റെഡി, പൈസ ഇടാം. എടാ കയാക്കിങ് തുടങ്ങാൻ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. ലിൻസി ഇൻവെസ്റ്റ് ചെയ്യും. കറക്റ്റ് ആയിട്ട് എനിക്ക് ലാഭം കിട്ടിയാ മതി. ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്താൻ പറ്റും. പിന്നെ എത്ര വണ്ടിയാണ് കൊച്ചിയിൽ കച്ചവടം ചെയ്തേക്കണ. അത് വണ്ടി എടുത്തോണ്ട് പോണവരും പറയാറില്ല, കൊണ്ടുപോണവരും പറയാറില്ല, കടക്കാരും പറയാറില്ല. അവസാനം നമ്മള് മുഞ്ചും. പരസ്യം ചെയ്ത് എൻജോയ്മെന്റ് ആണ് നോക്കണ്ട. ആൾക്കാർക്ക് കസ്റ്റമർ തരാം, അവരെ ട്രീറ്റ് ചെയ്താൽ മതി. അതെ, ഹാപ്പി ആക്കി വിടണം. പൈസ മാത്രം മോഹിച്ചു തന്നിട്ട് കാര്യമില്ല. ഞാൻ റെഡി, ഞങ്ങൾ റെഡി. ഫണ്ടിടാ. ഞങ്ങള് വിഷയം ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങള് ബിസിനസ് എങ്ങനെയും മാറാനാണ് നോക്കിക്കൊണ്ടിരിക്കണത്. അവിടെ നമുക്ക് റിസോർട്ട് തുടങ്ങാം. നീ കൊച്ചിക്കാരിയുടെ പേര് സെറ്റ് ചെയ്താൽ മതി. ആ വേണ്ടടാ, എനിക്ക് ഞാൻ പറയണല്ലോ. പൊട്ടിച്ചിരിക്കാൻ പറ്റുന്നല്ല. ഇടുക്കിക്കാരനാ, മുളകാടിക്കണ ഇടുക്കിക്കാരന്. എല്ലാം കഴിഞ്ഞ ലിൻസിക്ക് കൊടുത്തേക്കണ. ലിൻസി ആണ് ഇനി എന്താ ചെയ്യണ? ലിൻസി എന്തായാലും കറക്കി കളിക്കണ. എങ്ങനെയാണ്? ആ കറങ്ങണ്ടേ? ആ ആ സൈഡ് കാറ് വലത്തെ സൈഡ് വലത്തെ സൈഡ് തുഴഞ്ഞത്. ആ ഓട്ടെ 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 ഓട്ടെ. ലിൻസി പ്രോയായി. നമുക്ക് തോട്ടിലോട്ടായിരിക്കും. ആ സൈഡ് തന്നെ ഫുള്ള് തുടങ്ങാം. തിരിയട്ടെ, തിരികെ തിരികെ തിരികെ. ഒടിക്കട്ടെ ഒടിക്കട്ടെ. ഇത് ഞാനങ്ങ് ആദ്യമേ ചെയ്താ മതി. അല്ല, കൈ കുറച്ചും കൂടി കയറ്റി പിടിക്കാം. അടി പിടിച്ചാണ് കൈ. എന്നിട്ട് പങ്കായ കുറച്ചും കൂടി അടിയിലേക്ക് ഇറങ്ങാണ്ട്. ആ വളയട്ടെ വളയട്ടെ. വഞ്ചി വളയുണ്ട്, വഞ്ചി വളയുണ്ട്, വളയുണ്ട് വളയുണ്ട്. നല്ലോണം തോഴ. ആ സൈഡ് തന്നെ തോഴാം.
അച്ഛേ വഞ്ചിക്ക് വന്യകളാണ് നമ്മുടെ ഇവിടെ എത്തി വടക്കെത്തി മൊട്ടാച്ചിലൊക്കെ അവിടെ എത്തി അടയാളങ്ങൾ നോക്കിയ വടക്ക് തടയങ്ങള് ഫോണിലല്ല കളി. ഇനി ലിൻസി അടുത്ത ബോട്ട് ഓടിക്കണം. ഓടിക്കണം, എനിക്ക് ഓടിക്കാൻ താല്പര്യം. പഠിച്ച് സ്ക്രാച്ചാക്കല്ലേ. ഓ അവള് സേഫ് ആക്കി. എങ്ങോട്ടാണ്? അതാ നമ്മളെ വഴി. അതെടുത്തില്ലട്ടോ, അത് രാത്രി എടുക്കാം. പിന്നെ അതിപ്പോ ഞാൻ കൈ പിടിച്ചിട്ട് അങ്ങനെ ഉണ്ട് വണ്ടിക്ക് നടന്നല്ലേ. ഓ അപ്പൊ ഈ സൈഡ് വഴി ആനിക്കട്ടെ. പാർക്കിംഗ് ടെസ്റ്റ് സത്യം. ഈ സൈഡ് വഴി ആനിക്കട്ടെ. ഓടിയട്ടെ. ഇവിടെ വരെ എത്തിച്ചിട്ട് നിങ്ങൾ ചരിയല്ലേ? ഈ സടയാണോ പറയണേ? മാർക്ക് ചെയ്തു. ഓ ലിൻസി വിജയിച്ചിരിക്കുന്നു. ആ